സാറ് WHO വർക്ക് ചെയ്തിട്ടുണ്ട്, റിയാക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ ഫണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സാർ ഇവിടെയൊക്കെ സാറ് കണ്ട് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു... ഒരുപാടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ 6 രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, 4 ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും രസം തോന്നുന്നത് ഞാൻ പല ചർച്ചകളിലൊക്കെ മറ്റേ ചരിത്രമെന്നിലൂടെ, അതെ, സന്തോഷ് ജോർജ് കുളങ്ങര, അതിനകത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും രസമായി തോന്നിയത് തിമോറിലെ ജീവിതമാണ്. അന്ന് 2007 കിഴക്കൻ തിമോറിൽ അന്തർദേശീയ WHO ഓഫീസറായിട്ട് പോകുമ്പോൾ എന്നെ WHO ഇന്ത്യയുടെ ഹെഡ് തന്നെ എന്നോട് പറഞ്ഞു, പോകരുത്, യുദ്ധം കഴിഞ്ഞെങ്കിലും ആഭ്യന്തര യുദ്ധം നടക്കുന്ന രാജ്യമാണ്, സുരക്ഷിതമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്നേഹം കൊണ്ടാണ്. കൂടെയുള്ള പല കൊളീഗ്സും പറഞ്ഞു, ഇന്ത്യയിൽ സ്ഥിരമായിട്ട് ജോലി കിട്ടി 65 വയസ്സ് വരെ ഇവിടെ ഇരിക്കാം, എന്തിനാണ് യുദ്ധം നടക്കുന്നത് അവിടെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ധൈര്യത്തിൽ പോയതാണ്. അപ്പോൾ അവിടെ ഒരു യുദ്ധശേഷമുള്ളൊരു രാജ്യം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ അതൊരു വല്ലാത്ത കാഴ്ചകളാണ്. ഞാനവിടെ ജീവിക്കുമ്പോഴാണ് അവിടുത്തെ പ്രസിഡൻറ്റിന് റബൽ വെടിവെക്കുന്നത്. ഓക്കെ, അത്ര അടുത്താണ്, കൊട്ടാരത്തിനടുത്തൊക്കെയാണ് ഞങ്ങളുടെ UN ഓഫീസുമൊക്കെ. അതിനുശേഷം വളരെ ഞങ്ങളെ രാവിലെയും വൈകുന്നേരവും UN വണ്ടിയിലാണ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും. പക്ഷേ ഈ അക്രമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ബുള്ളറ്റ് പ്രൂഫ് ഇട്ട് വണ്ടിക്കകത്ത് പോലും ഇരിക്കേണ്ടി വന്നു. UN ക്യാമ്പസ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലാവും, ഹോട്ടലിലും സുരക്ഷിതത്വമുണ്ട്.